നൽകിയതാണ്. ഇനി ഇയാള് എല്ലാ കളവും നമ്മളെ തലയിൽ വെച്ച് കെട്ടുകയാണ്. എന്താ മൂപ്പര് പറയുന്നത്? മൂപ്പര് പറയുന്നത് ഈ മഖ്ബറയിൽ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് മുട്ടയും പാടിയും തുള്ളിയും അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും പല ആളുകളും നടത്തുന്ന അനാചാരങ്ങൾ, ആ അനാചാരങ്ങൾക്കൊക്കെ നമ്മുടെ മുൻഗാമികളായ ഇമാമികളും ആലിമീങ്ങളും അനുകൂലികളായിരുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറെ വായിക്കാണ്. അതൊന്നും വാസ്തവത്തിൽ അനാചാരം നടക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരം മുട്ടുകളെ സംബന്ധിച്ചോ പാട്ടുകളെ സംബന്ധിച്ചോ അല്ല, മറിച്ച് ദപ്പുമുട്ടുക പോലെ അനുവദിക്കപ്പെട്ട ചില സംഗതികളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ മൗലവി ദുർവ്യാഖ്യാനം ചെയ്യാൻ. എന്നിട്ട് മൂപ്പര് കുറെ ഇമാമിങ്ങളെ പേര് വായിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളി. ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് വായിക്കുന്നത് ദീഖുൽ ഈദ്. അതൊന്ന് കേട്ടോളി. നമ്മളെ ചാർച്ചെന്നേ വരുന്ന മൗലവിയല്ലേ, മൂപ്പരെ വിവരം ഒന്നും അറിയാലോ. ഇമാം ബുൽഖൈനി ജാജുർമി ഇബ്നു ഫൽഖഹ് ഇബ്നു അബ്ദുസ്സലാം ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ് ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ് ഇബ്നു ദഖീഖുൽ ഈദ് എന്നാ വായിക്കുന്നത്. മൗലവി മുമ്പ് ഞാനൊരു പഴയ 950 കാലത്തുള്ള ഒരു പഴയ അൽബാന് വായിക്കുമ്പോ അവിടെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റ് എന്നിങ്ങനെ വായിച്ചിട്ട് എന്തോ വായിച്ച് അങ്ങനെ ആരും വായിച്ചു. അത് മൂപ്പരെല്ലാം കൂടി ഒന്നാക്കിയിട്ട് മറ്റുറ്റാരും വായിച്ചു. അപ്പൊ മൂപ്പരോട് ഞാൻ പറഞ്ഞു, അതൊരു പഴയ സാധനം വായിക്കുമ്പോ അങ്ങനെ. അപ്പൊ മൂപ്പര് അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും പഴയതല്ലായിരുന്നു, ഇവിടെ മാത്രം പഴയതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആ മൗലവിയാണ് ഇപ്പൊ എന്താക്കിയത്, ദീഖുൽ ഈദ് എന്ന് വായിച്ചത്. എന്താണ് മൂപ്പരെ വിവരം എന്നറിയോ? ആർക്കും മനസ്സിലാവും. ഇബ്നു ദഖീഖുൽ ഈദ് എന്ന് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് പരിചയമുള്ള ആർക്കും മനസ്സിലാവും. എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നേ, കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ലേ എന്ന്. ആ പറഞ്ഞത് നിങ്ങളാ വായിച്ചത് കാന്തപുരം ഉസ്താദ് അതിൽ അവതാരിക എഴുതിയിട്ടില്ല എന്ന് ഞാൻ നിങ്ങളാ വായിച്ചതും പറഞ്ഞതും കളവാണെന്ന് തെളിയിച്ചിട്ടുമില്ലേ? ആ പുസ്തകത്തിനല്ല ഉസ്താദ് അവതാരിക എഴുതി കൊടുത്തത്, മറ്റൊരു പുസ്തകത്തിനാണ് എന്നത് ഞാൻ വ്യക്തമായി നാദാപുരത്ത് തെളിയിച്ചിട്ടില്ലേ? എന്നാൽ ഈ ബുക്കോ ഏതാ പറയുമ്പോ മൗലവി ഇവിടെ കാണിച്ചുള്ളൊരു ബുക്ക് കാന്തപുരം അവതാരിക എഴുതി നിർത്തി. ഇത് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകമാണെന്ന് തെളിയിക്കാൻ മൗലവിയെ ഞാൻ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. കാരണം പറഞ്ഞുതരാ കേട്ടോളി. മൗലവി ഇവിടെ കാണിച്ചല്ലോ 10/7/73 തൊട്ട് ഒരു കാണിക്കൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം. ഈ പുസ്തകം ആണ്ട് നേർച്ചയും അപവാദം, ചില അപവാദങ്ങൾ എന്ന ഈ പുസ്തകത്തിന് എപ്പോഴാണ് അവതാരിക എഴുതിയിട്ട് മൗലവി കാണിച്ചത്? 10/7/73. ശരിക്കും മനസ്സിലാക്കണേ. ഞാൻ ഇതിൽ നിന്നൊരു വാചകം വായിക്കാൻ പോവാണ്. മൗലവിന്റെ കള്ളത്തെ ഇപ്പം മനസ്സിലാവും. കേട്ടോളെ. അൽ ഇർഫാദിന്റെ വഞ്ചന. അൽ ഇർഫാദ് PMK വൈസൊക്കെ ഇറക്കുന്ന ഒരു മാസികയുണ്ട്. അതിന്റെ വഞ്ചന, അൽ ഇർഫാദിന്റെ വഞ്ചന. ഈ അൽ ഇർഫാദ് മാസിക ഇറങ്ങാൻ തുടങ്ങി എത്രാമത്തെ കൊല്ലത്തിലാ? 1984. 84 ഇറങ്ങിയ അൽ ഇർഫാദിൽ വഞ്ചന ഉണ്ട് എന്ന് 73 ഇറങ്ങിയ ബുക്കില് മൗലവിന്റെ തലച്ചോറങ്ങനുണ്ട്. 84 ഇറങ്ങാൻ തുടങ്ങിയ അൽ ഇർഫാദിൽ വഞ്ചന ഉണ്ട് എന്ന് 73 അവതാരികയുടെ ബുക്കിൽ എങ്ങനെ വന്നു?